നമസ്കാരം. കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘ, എന്തൊക്കെയാ ഇന്നത്തെ ഹൈലൈറ്റ്സ്? അരുൺ, ഏതായാലും മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു കലോത്സവം. പക്ഷേ അതെ, ഇതുവരെയും മത്സരങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അരുൺ അറിയാൻ സാധിക്കുന്നത്. 9 മണി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മത്സരം തുടങ്ങാൻ ചില താമസം എടുക്കുന്നു. അത് മത്സരം അവസാനിക്കാനും ഇന്നലെ അർദ്ധരാത്രി ഉൾപ്പെടെ മത്സരം നടന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും ഏത് ജില്ലയാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത്, ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന മത്സരങ്ങൾ ഏതൊക്കെയാണ്, ഇന്നത്തെ ഹൈലൈറ്റ് എന്തൊക്കെയാണ്, വിശദാംശങ്ങളൊക്കെ ആര് തരും? വിനിഷ, ഇന്ന് ഏത് വേദികളിൽ ഏത് മത്സരങ്ങളാണ് നടക്കുക? അരുൺ, പ്രധാന വേദിയായ നിളയിൽ കേരള നടനമാണ് ആദ്യമായി അരങ്ങിൽ എത്താൻ പോകുന്നത്. ഇന്ന് 49 മത്സരങ്ങളാണ് വിവിധ വേദികളിലായി അരങ്ങിലെത്തുക. 20 വേദികളിലും മത്സരങ്ങൾ തുടങ്ങാനിരിക്കുന്നു. 9 മണിയോടുകൂടി ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങളാണ് എല്ലാം. പക്ഷേ അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അരമണിക്കൂർ 9:30 ആയിട്ടും മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല. മത്സരങ്ങൾ ആരംഭിക്കാനുള്ള അനൗൺസ്മെന്റ് വിവിധ വേദികളിൽ നിന്നും വന്നു തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം എല്ലാ മത്സരങ്ങളും ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. പൂരക്കളിയാണ് മറ്റൊന്ന് ഇന്ന് വേദിയിലെത്തുന്ന ഒരു ഗ്ലാമർ ഐറ്റം. ഒപ്പം ഏവരും കാത്തിരിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം വേദി 14-ൽ നാടക മത്സരം കൃത്യം 9 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നു. 9 മണിക്ക് നാടകം അരങ്ങിൽ എത്തിയിട്ടില്ല. ഏതായാലും നാടക മത്സരം ഇന്നത്തെ മൂന്നാം ദിവസത്തെ ഹൈലൈറ്റ് നാടക മത്സരം തന്നെ ആയിരിക്കും. മറ്റൊന്ന് ചാക്യാർ കൂത്ത്, ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗം ചാക്യാർ കൂത്തും പെൺകുട്ടികളുടെ മാർഗം കളിയും ഇന്ന് വേദിയിലെത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ കാണികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇനമാണ് മിമിക്രി. മിമിക്രിയും ഇന്ന് വേദിയിലെത്തുന്നു. ഇവയൊക്കെയാണ് പ്രധാനമായും ഇന്ന് വേദിയിലെത്തുന്ന പ്രധാന മത്സര ഇനങ്ങൾ. ഏകദേശം 2252 അപ്പീലുകളാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ, ഇന്നലത്തെ 2 ദിവസത്തെ മത്സരങ്ങളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ 50 മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. ഈ 50 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 2252 അപ്പീലുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കാം. 50 മത്സരങ്ങളുടെ ഫലം പൂർത്തിയായപ്പോൾ പാലക്കാട് ജില്ല 216 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. കോഴിക്കോട് ജില്ല തൊട്ടുപിറകിൽ 6 പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ലയുണ്ട്. 210 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്ക്. തൊട്ടുപിന്നിൽ 209 പോയിന്റുമായി കണ്ണൂരുണ്ട്. ഓരോ മത്സരഫലം വരുമ്പോഴും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ. മത്സരഫലം ഓരോ സെക്കൻഡിലും മാറി മറയുന്ന ഒരു അവസ്ഥയാണ്. മത്സരഫലം ഓരോ മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ മത്സരം ഫലം പ്രഖ്യാപിക്കുന്നതിൽ ഒരു ജാഗ്രത സംഘാടകർ കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അപ്പോൾ മത്സര ഫലങ്ങളും അറിയുന്നു, പോയിന്റ് നിരയും ആ രീതിയിൽ തന്നെ കണക്ക് കൂട്ടുന്നു. പാലക്കാട് ജില്ലയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. 216 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്ക്. നമുക്കറിയാം, കഴിഞ്ഞ ഓരോ കലോത്സവത്തിലും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു മത്സര ഫലങ്ങൾ. ഏറ്റവും അവസാന ദിവസം അവസാന മത്സരത്തിന്റെ അവസാന റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു ഏത് ജില്ലയാണ് സ്വർണ്ണ കപ്പ് അടിക്കുക എന്നറിയാൻ. ഈ ഒരു മത്സര ഫലങ്ങളും സൂചിപ്പിക്കുന്നത് അത്തരത്തിലൊരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് ഇത്തവണയും കലോത്സവം എത്തും എന്ന് തന്നെയാണ് അരുൺ. അപ്പോൾ ഇന്ന് 50 മത്സരങ്ങളാണ്. 49 മത്സരങ്ങൾ, 50 മത്സരങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. 49 മത്സരങ്ങളാണ് ഷെഡ്യൂൾ പ്രകാരം പൂർത്തിയായത്. ചില ടൈറ്റ് ഷെഡ്യൂളൊക്കെ ആയതുകൊണ്ട് സമയക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അത് കുട്ടികളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എല്ലാ കലോത്സവത്തിനും ഉണ്ടാവാറുള്ളതാണ്. അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇത്തവണയും നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ 12,000-ഓളം മത്സരാർത്ഥികൾ, അത്രത്തോളം 132-ഓളം വ്യക്തിഗത ഇനങ്ങൾ അടക്കമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എനിക്കൊന്ന് നാടക മത്സരമാണല്ലേ. നാടക മത്സരം, മിമിക്രിയും നടക്കുന്നുണ്ട്. ഇത് രണ്ടും കോൽക്കളിയും പൂരക്കളിയും ഉണ്ട് എന്നുള്ളതാണ്. കാരണം പൂരക്കളിയെ സംബന്ധിച്ച് ഈ നാടിൻ്റെ പൊക്കിൾക്കൊടിയുമായി അതിനൊരു ബന്ധം കൂടിയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നാടക മത്സരത്തെ സംബന്ധിച്ച് ഒരുപാട് കാണികൾ, ഒരുപാട് പ്രേക്ഷകർ അതിന് എത്തുന്നുണ്ട്. സിനിമ, സാമൂഹിക മേഖലകളിലെ ആൾക്കാർ പോലും അതിനെ ഗൗരവത്തോടെ കാണുന്നുമുണ്ട്. കാരണം നാടകം കുട്ടികളുടേതാണെങ്കിലും പലപ്പോഴും കളിക്കുന്നത് അധ്യാപകരാണ്. അവരാണ് നല്ല നടന്മാരും. അതുകൊണ്ടാണ് തല്ലും പൂരവും ബഹളവും ഒക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നത്. ഇത്തവണ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതാം. കുട്ടികളെ കുട്ടികളുടെ വഴിക്ക് വിടുക, അവർ നാടകം കളിക്കട്ടെ. അതുപോലെ തന്നെയാണ് മിമിക്രി മത്സരവും. ഈ ഭൂമി ഉരുണ്ടതും ഭൂമി ഉണ്ടാകുന്നതും ഒക്കെ ആണ് എല്ലാ വർഷവും എല്ലാം അവതരിപ്പിക്കുന്നത്. തനിമയാർന്ന, വ്യത്യസ്തമാർന്ന എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ അതിഥിയിലേക്കല്ലേ ഇനി സസ്പെൻസ് ഇങ്ങനെ നീട്ടിവെക്കാൻ പറ്റില്ല. കണ്ണൂരാണ്. കണ്ണൂരിന്റെ മണ്ണാണ്, ചുവന്ന മണ്ണാണ്, വിപ്ലവ മണ്ണാണ്. വിശേഷണങ്ങൾ ഒരുപാട് വാരി വിതരണം അല്ലേ. എന്തായാലും
സ്വാഭാവികമായും ആര്യ ദയാലാണ് എന്ന ഒരു സൂചന നമുക്ക് നൽകാം. ആര്യ ദയാൽ തന്നെയാണ് ഇത്തവണ അതിഥിയായി നമുക്കൊപ്പം ഉള്ളത്. സ്വാഗതം ആര്യ. ആര്യ, കണ്ണൂരിൽ ഒരു കലോത്സവം പേഴ്സണലി ഭയങ്കര സന്തോഷം തരുന്നുണ്ടാവും അല്ലേ? സ്വന്തം തീർച്ചയായും ഉണ്ട്. എങ്ങനെയാണ് പഴയ ഒരു കലോത്സവ കാലമൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ ഒരു കലോത്സവ ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം അതൊക്കെ ഏത് തരത്തിലാണ്? നല്ല നല്ല ഓർമ്മകളാണ് കലോത്സവങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഞാൻ 5 വർഷം തുടർച്ചയായി കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ 8th സ്റ്റാൻഡേർഡ് മുതൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ. അതുകൂടാതെ 10 വർഷം മുന്നേ കലോത്സവം കണ്ണൂരിലുണ്ടായിരുന്നപ്പോൾ, കൊച്ചായിരുന്നപ്പോൾ പിന്നെ ഘോഷയാത്രയ്ക്ക് പോയതും ഓർമ്മയുണ്ട്. ഒരു നിമിഷം മേഘ, നമുക്ക് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോയതിനു ശേഷം ആര്യയുടെ വിശേഷങ്ങളിലേക്ക് വരാം. കാരണം വിശേഷങ്ങൾ പറയുമ്പോൾ, പാട്ട് പാടുമ്പോൾ, കവിത ചൊല്ലുമ്പോൾ ഒക്കെ ഈ ഇടമുറിയാൻ പാടില്ലല്ലോ. അതിങ്ങനെ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒപ്പന ഇന്നലെ നടന്ന മത്സരം? അരുൺ, ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ഒന്നാം വേദിയിൽ നടന്ന ഒപ്പന മത്സരം. ഏകദേശം 2 മണിക്കാണ് ഒപ്പന ആരംഭിച്ചത്. ഈ 2 മണിക്ക് ഒപ്പന ആണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ തന്നെ ആളുകൾ വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അരുൺ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒപ്പന എന്നത് ഭയങ്കര കളർഫുൾ ആയൊരു ഇനമാണ്. ഒരു തരത്തിൽ ഒരു സൗന്ദര്യ മത്സരം കൂടിയാണ് ഒപ്പന. ഈ മണവാട്ടിമാരെ കാണാൻ വേണ്ടി മണവാട്ടിമാരെ കാണുക എന്നത് കൂടിയാണ് ഈ ഒപ്പനയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മണവാട്ടിമാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മൊഞ്ചുള്ളത് എന്നുകൂടി അതിൽ കൂടി ഒരു മത്സരം നടക്കുന്നുണ്ട് അരുൺ. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. അത്തറിന്റെ ഗന്ധം പ്രധാന വേദിയായ നിളയിലാകെ പരത്തിയാണ് തോഴിമാർക്കൊപ്പം സ്വർഗീയ പൂന്തോപ്പിലെ ഹൂറിമാരെ വെല്ലുന്ന മൊഞ്ചത്തിമാരെത്തിയത്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത കൈകൊട്ടിപ്പാടുന്ന പാട്ടിന്റെ ഈണം മണവാട്ടിയുടെ കവിളിൽ നാണം പടർത്തുമ്പോൾ മൊഞ്ചത്തിമാരുടെ സൗന്ദര്യ മത്സരമാകുന്നു ഒപ്പന. നിശ്ചിതമായ നിയമങ്ങളില്ലെങ്കിലും താലിയും അലുക്കത്തും സ്വർണമാലകളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷഭൂഷകളും വ്യത്യസ്തമാക്കാൻ ഓരോ ഒപ്പന ടീമും അണിയറയിൽ തന്നെ മത്സരമാണ്. മണവാട്ടിയുടെ നാണവും സൗന്ദര്യവുമാണ് ഒപ്പനയുടെ ഭംഗി. പ്രത്യേകിച്ചും അറയ്ക്കൽ ബീവിമാരുടെ മൊഞ്ച് പുകഴ്പെറ്റ കണ്ണൂരിൽ ഒപ്പന കളിക്കാനെത്തുമ്പോൾ മണവാട്ടികളുടെ മൊഞ്ച് പത്തരമാറ്റാണ്. ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. അപ്പോൾ ഒപ്പന സംബന്ധിച്ച റിപ്പോർട്ട് കണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മുഞ്ചത്തിമാർ തമ്മിലുള്ള സൗന്ദര്യ മത്സരത്തിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഒപ്പനയ്ക്ക്. നമുക്ക് ഇനി ആര്യയിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായും. ആര്യ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു ഘോഷയാത്രയാണ്. ശരിക്കും ഒരു കൗതുകം നിറഞ്ഞൊരു കാലമായിരുന്നില്ല ആ ഒരു കാലം? ഇവിടെ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കലോത്സവം കൂടി വന്നിരിക്കുന്നു. ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്നാണോ പറഞ്ഞത്? അതെനിക്ക് ക്ലിയർ ആയില്ല. ഘോഷയാത്രയിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു ഡിസ്പ്ലേ ആയിരുന്നു. പൂവിൻ്റെ ഒക്കെ വേഷം ഇട്ടിട്ട് ആയിരുന്നു ആദ്യത്തെ പ്രാവശ്യം കലോത്സവത്തിന്. എങ്ങനെ ഉണ്ടായിരുന്നത്? പൂവാണ് വിഷയം. അതെ അതെ. ഒരു പൂവിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. എന്തൊക്കെയാ വേറെ കോളേജിലെ വിശേഷങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി തന്നെ മുന്നോട്ടേക്ക് പോവാണ്. ഞാനിപ്പോൾ 3rd ഇയർ BSc മാത്സ് സ്റ്റുഡൻ്റ് ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഇപ്പം പങ്കെടുക്കാറുണ്ട്? എങ്ങനെയാണ്? പങ്കെടുക്കാറുണ്ട്. ഞാൻ 2 വർഷം ശാസ്ത്രീയ സംഗീതം, മലയാളം പദ്യം ചൊല്ല് രണ്ടിനും ഫസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നു ഈ ഒരു കലോത്സവം എന്നത് വീട്ടിലൊക്കെ ഒരു ഉത്സവം വരുന്ന ഒരു അനുഭൂതിയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക. കാരണം കണ്ണൂരിലൊരു കലോത്സവം എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. ആരുടെ ഒരു ഫീലിംഗ് എങ്ങനെയാണ്? 7 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവുമോ? എങ്ങനെയാണ് കലോത്സവം ആഘോഷിക്കാൻ പോകുന്നത്? തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും. ഓരോ ഐറ്റം കാണുമ്പോഴും ഓർമ്മകളാണ് വരുന്നത്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ഗ്യാങ് ആയിട്ട് പോയി മത്സരങ്ങൾ കാണുകയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും, അന്ന് സ്കൂളിൽ പിന്നെ ഓരോ കുട്ടിയുടെയും മത്സരം കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഓരോ വേദിയിൽ. നമ്മുടെ ആകുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഐറ്റംസ് കാണും. റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോകും. ഒരുപാട് ഓർമ്മകളാണ്. കാരണം പല സ്ഥലങ്ങളിൽ പോയി പല ആളുകളായിട്ട് പരിചയപ്പെടാൻ പറ്റി. അവരുടെ ഫുഡ് ഒക്കെ കഴിച്ചു. അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ കലോത്സവം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായും. അവരുടെ എനിക്ക് തോന്നുന്നു ഇത്രയും നേരം ആരെയും ഇവിടെ ഇരുത്തി വിശേഷങ്ങൾ ചോദിച്ചാൽ ആളുകൾ നമ്മളെ ഒരു പാട്ട് വേണ്ടി വരും. അതെ, ഈ കവിതയ്ക്ക് ശേഷവും കവിത ചൊല്ലിയതിന് ശേഷം, അത് നാട്ടുകാർ കണ്ടതിന് ശേഷവും അതിന് മുൻപുള്ള ലൈഫ് എങ്ങനെയാണ്?
എന്താ പറയാ, പുറത്തു പോയാൽ തിരിച്ചറിയുന്നുണ്ട് ആളുകൾ. ഒരുപാട് പേര് വന്നിട്ട് പാട്ടൊക്കെ പാടിപ്പിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് തീരെ പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ട് മോളെ എനിക്കറിയാം നന്നായി പാടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. തീർച്ചയായും. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് മേഘ ഏതാ ഉദ്ദേശിച്ചത്? ഏതായിരിക്കും ഏതായിരിക്കും ആര്യയോട് ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ അതേതായിരിക്കും അരുൺ? ആര്യ ഏതായിരിക്കും ഉദ്ദേശിക്കുക? ആ കവിത തന്നെ ആയിരിക്കണം. നാളെ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. നാളെ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ ഈ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? ഒന്നും പറയാനില്ല. എത്ര അല്ല, എന്താ അറിയോ, ഇതിനകത്ത് ശരിക്കും ഈ കവിത ഒരു 2 വർഷം മുമ്പ് തന്നെ ഇപ്പോൾ യൂത്ത് കമ്മീഷൻ അംഗമായിരുന്ന, ക്ഷമിക്കണം, ചെയർപേഴ്സൺ ആയിരുന്ന ചിന്താ ജെറോം നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ചിന്ത ഒരു 2 വർഷം മുമ്പ് തന്നെ ഇത് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു കവിത തന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ ഞാൻ ഈ കവിത കേട്ടിരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഇതിനകത്ത് ചില വരികളുണ്ട്. ഞാൻ അന്ന് മുരുകൻ കാട്ടാക്കട വന്നപ്പോഴും ഞാൻ പറഞ്ഞാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഏത് കവിതയായിരുന്നു രണ്ടാമത് പാടിയ രേണുക, യെസ്, രേണുക പാടിയ സമയത്ത് അതിനകത്ത് ചില വരികൾ ഡയറക്റ്റ് ചോദിച്ചിരുന്നു എന്താണ് പറഞ്ഞു. പൊട്ടിയ പ്രണയമാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അദ്ദേഹം ഉപദേശിച്ചിട്ട് പോയത് പ്രണയിക്കുക, പ്രണയം പൊട്ടുക, അപ്പോഴാണ് അതിൻ്റെ ഒരു മനോഹരിതയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ വരികളുണ്ടല്ലോ, ഏതാ എൻ്റെ ജില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ, അതൊന്നുകൂടെ ഒന്ന് പാടാവോ? ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ് ഒരിക്കലും. എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കവിതയാണല്ലേ? കോലാഹലങ്ങൾ അതെ, ഒരുപാട് ഒച്ചപ്പാടും ബഹളവും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ച്
ഒരു ക്യാമ്പസിൽ മാത്രം നടക്കുന്നത്. പുറത്ത് നിൽക്കുന്നവർക്ക് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എം സ്വരാജൊക്കെ വളരെ ഗൗരവമായി ഇതിനെക്കുറിച്ച് ഒരു വലിയ ലേഖനം തന്നെ എഴുതിയിരുന്നു. ക്യാമ്പസുകൾ പിന്നെ എന്തിനു വേണ്ടിയാണ്? അവിടെ പ്രണയം, മോഹങ്ങൾ, മോഹഭംഗം, പഠനം, വിപ്ലവം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് ക്യാമ്പസ് എന്നത്. ഇപ്പോൾ ഈ പരോക്ഷമായും പ്രത്യക്ഷമായും ഇതിനെ വിമർശിച്ചിരുന്നവർ ഉണ്ടായിരുന്നു പുറത്തുനിന്ന്. തുടർ വിവാദങ്ങൾ പോലും ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇനി ഇന്നത്തെ പരിപാടികൾ? കലോത്സവ വേദികൾ എത്തിയിട്ട് മത്സരങ്ങൾ കാണാൻ തന്നെ, അതിനാണ് ഇന്ന് വന്നത്. ഇന്ന് ഏതായിരുന്നു മനസ്സിൽ കാണണമെന്ന് വിചാരിച്ചൊരു മത്സരം? നാടക മത്സരമാണെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു മത്സരം ഇന്ന് നടക്കാനുള്ളത്. ആരെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റം ഏതാണ് ഇന്ന്? ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നതാണ്. ഞാൻ 16 വർഷമായി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളത് ശാസ്ത്രീയ സംഗീത മത്സരമാണ്. അതോടെ മ്യൂസിക് ഐറ്റംസ് ഒക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അഭിനയത്തോട് എങ്ങനെയാണ് താല്പര്യമുണ്ടോ? ഞാൻ വിഷ്വലൈസേഷൻ കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ സഖാവ് എന്ന കവിതയെക്കുറിച്ച്. അഭിനയം എങ്ങനെയാണ്, വഴങ്ങും? അഭിനയം അത്യാവശ്യം ക്ലാസ്സിൽ ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്യുന്നതല്ലാതെ പുറത്തേക്ക് അങ്ങനെയില്ല. അന്ന് ചെയ്ത വിഷ്വല് അവിടെ CMS ക്യാമ്പസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് DC ബുക്സിന്റെ ചേട്ടനൊക്കെ ചെയ്തതാണ്. കലോത്സവ വേദിയിൽ നേരത്തെ സ്കൂളിലായിരുന്ന സമയത്ത് പങ്കെടുത്തിരുന്ന ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? സ്കൂളിലായിരുന്നപ്പോൾ ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, മലയാളം പദ്യം, ദേശഭക്തി ഗാനം, സംഘഗാനം, തിരുവാതിര ഉണ്ടായിരുന്നു, പഞ്ചവാദ്യം. ഓക്കെ, ഇപ്പോഴും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്? അതെ അതെ. ഓക്കെ അരുൺ, എനിക്ക് തോന്നുന്നു ഇനി ഒരു ആർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ട് കൂടി നമുക്ക് ഏതായാലും എനിക്ക് തോന്നുന്നു ഈ സഖാവിനപ്പുറം ഏത് പാട്ട് പാടിയാലും ആളുകൾക്കിടയിലേക്ക് മറ്റൊന്നും എത്തില്ല എന്ന് തോന്നുന്നു. എങ്കിൽ കൂടി ഒരു പാട്ട് കൂടി ആർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണെങ്കിൽ കവിത, സിനിമാ പാട്ടാണെങ്കിൽ അങ്ങനെ ആർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പ്രേക്ഷകർക്ക്? ഒരു ഫിലിം സോങ് പാടാം. ഉറപ്പായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂവാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. എന്തൊരു ശബ്ദമാണ് ആര്യ. പഠിക്കുന്നുണ്ടോ? പാട്ട് എവിടെ നിന്നാണ് പഠിക്കുന്നത്? ആരാണ്? എൻ്റെ ഗുരു ജയശ്രീ മാമാണ്. പിന്നെ രാജീവ് സാർ അടുത്ത് പഠിക്കുന്നുണ്ട്. കഥകളി സംഗീതം പഠിക്കുന്നത് കലാമണ്ഡലം ഹരി സാർ അടുത്താണ്. മലയാളം പദ്യം പ്രശാന്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞ സാർ അടുത്ത് പഠിക്കുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച സുമാമസ് ആയിരുന്നു. സ്കൂളിൽ സെന്റ് തെരേസസിലാണ് പഠിച്ചത്. സംഗീതം എവിടെ ഉപേക്ഷിക്കില്ല, മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനം? തീർച്ചയായും മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഈ കവിത വന്നതിന് ശേഷം അത് ഈ സംഗീത വഴിയിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? എന്ത് ഹെൽപ്പാണ് ഉണ്ടാക്കിയത്? കുറച്ചും കൂടെ ആൾക്കാർക്ക് ജനകീയമായിട്ട് എന്തൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആര്യയെ സംബന്ധിച്ചത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയത് എന്നാണ്. കാരണം സംഗീതം പഠിക്കുന്നുണ്ടല്ലോ, അത് ഈ കവിത വന്നതിന് ശേഷം ആളുകൾ കേട്ടതിന് ശേഷം അത് എങ്ങനെയാണ് ആര്യക്ക് ഗുണകരമായത് എന്നാണ് ചോദിച്ചത്. പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് ഒരുപാട്. ഞാൻ യൂഷ്വലി കർണാട്ടിക് മ്യൂസിക് ആണ് മെയിൻ ആയിട്ടുള്ളത്. കൺസേർട്സ് ചെയ്യാറുണ്ടായിരുന്നു. അതിന് പുറമെ വേറെ ഫ്യൂഷൻ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു മൈലേജ് ഉണ്ട്. ശരിക്കും അത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന? ഇല്ല, ഒട്ടും വിചാരിച്ചില്ല. കാരണം ഇതിന് മുന്നേയും 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് സോങ് ചെയ്തു, ഒരു കർണാട്ടിക്കിന്റെ ഒരു ബിറ്റ് ചെയ്തു. രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് കിട്ടിയ ആ ഒരു അതൊന്ന് ബെസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സോങ്, രേണു ഗ്രാൻഡയുടെ ഒരു സോങ് അത് ചെയ്തു. പിന്നെ തോടി രാഗത്തിലൊരു തായെ യശോദ എന്ന് പറഞ്ഞ ആര്യ. ഒപ്പം തന്നെ ഈ സഖാവ് എന്ന കവിത ആദ്യം ആരെ കയ്യിലേക്കാണ് എത്തുന്നത്? ആര്യ പാടിയിട്ട്, ഞാൻ ചോദിച്ചത് ഫോണിൽ പാടിയതിനു ശേഷമാണല്ലോ യൂട്യൂബിലൊക്കെ ഹിറ്റ് ആവുന്നത്. ആദ്യം ഈ കവിത എത്തുന്നത് ആരുടെ കയ്യിലേക്കാണ്? ആര് പാടിയത്? ആരാണ്? അത് തോമസ് ഐസക് സാറാണെന്ന് തോന്നുന്നു. സാറിൻ്റെ ആണ് ഫസ്റ്റ് ഞാൻ കണ്ട പോസ്റ്റ്. അതിന് മുന്നേ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും വിശേഷങ്ങളിലേക്കൊക്കെ വരും. ഒരു ഇടവേള കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടതാണ്. നമസ്കാരം, കലയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. മേഘ, ആര്യയിലേക്ക് തന്നെ പോവല്ലേ? കാരണം പ്രേക്ഷകർക്ക് വീണ്ടും ആര്യയിൽ നിന്ന് ആ ശബ്ദത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആര്യ, സാമിനെ കാണാറുണ്ടോ? സാം വിളിക്കാറുണ്ടോ? എന്താണ്
സംചേട്ടനെ അന്ന് കണ്ടതേ ഉള്ളൂ. അതിനുശേഷം വിളിച്ചിട്ടുണ്ട്. സാമിൻ്റെതായി പുതിയ പുതിയ കവിതയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. സാമിൻ്റെ പുതിയ കവിതയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ, അതന്ന് JB ജംഗ്ഷന്റെ ഇവിടുന്ന് തന്നെ പാടിയതായിരുന്നു ഒരു കവിത. ഓക്കെ, അപ്പോൾ മേഘയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? ആര്യ, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം ആര്യയുടെ പാട്ട് കേൾക്കുക എന്നത് തന്നെയായിരിക്കും. ഇനി ഏത് പാട്ടാണ് പ്രേക്ഷകർ? നേരമില്ല ഉണ്ണിക്ക് നേരമില്ല എന്ന് പറഞ്ഞൊരു കവിത പാടും. നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല, തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ, നാലുകാൽ നാട്ടിയോരോലപ്പുര കെട്ടി കഞ്ഞി വച്ചിടുവാൻ നേരമില്ല, നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും, ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയൻ തുടയിലടിക്കുവാനോടിയെത്തും, ഒരു തുള്ളി പുതുമഴ എങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ഛൻ, അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു, മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിരയെ ഒന്നു തൊട്ടുകൂടാ, കുയിൽ പാടും നേരം മധുമൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു കളിച്ചിടുവാൻ, ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നു മിണ്ടിടുവാൻ, പാടത്തു പോയൊരു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ, ചുണ്ടുകൾ നന്നായി മുറുക്കിച്ചുകപ്പിച്ച ചെത്തിതഞ്ചാരത്ത് ചെന്നുകൂടാ, കാലികൾ മെയ്യുന്ന കുന്നിൻ ചെരിവിലേക്കെത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ, ആറ്റിലിറങ്ങുവാൻ കുളിരൊന്നറിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ, പുഴയുടെ തീരത്തെ പൂഴിമണലിൽ പൂത്താങ്കിരിക്കളി പാടില്ലത്രേ, കണ്ണുരുട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്ക് മീശ വിറപ്പിക്കും അച്ഛനുണ്ട്, ഒച്ച വച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക് ചൂരൽ പഴം തരും ടീച്ചറുണ്ട്, നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. അരുൺ, എനിക്ക് തോന്നുന്നു ആര്യ പാടുന്ന കവിതകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ആര്യയുടെ ശബ്ദത്തിലൂടെ ആ പ്രത്യേകത. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് നേരമുണ്ടോ ഇനി? നമുക്ക് നേരമില്ല. നമുക്ക് നേരമില്ല. എനിക്ക് തോന്നുന്നു ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനും സമയമായി. നമ്മൾ അറിഞ്ഞില്ല ഇത്രയും നേരം പോയതല്ലേ അരുൺ. അതാണ് അതായത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ വൈസ് ചെയർപേഴ്സന്റെ യൂട്യൂബ് ഗാനം വൈറലാകുന്നു എന്നാണ് ആദ്യം കേട്ടിരുന്നത്. അതിനുശേഷം എന്തൊക്കെയാ ഈ ഫാമിലി, അങ്ങനെ കുടുംബം വിശേഷങ്ങളൊക്കെ അതുകൂടി? ആരൊക്കെയാണ് വീട്ടില്? അച്ഛൻ, അമ്മ? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ. അവനിപ്പോൾ SN Trust സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. അച്ഛൻ ശക്തി ഫിനാൻസിൽ വർക്കാണ്, അമ്മ RD ഏജന്റ്. ഞാനിപ്പോൾ 3rd year BSc മാത്സ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുകയാണ്. ഈ കോളേജിൽ രാഷ്ട്രീയം നിരോധിച്ചതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മൾ കണ്ടൊരു ഘട്ടം കൂടിയാണല്ലോ. ഈ ഗായിക എന്നതിനപ്പുറം വളരെ തീവ്രമായ ഒരു രാഷ്ട്രീയ ബോധ്യവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് ആര്യ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ നടന്നൊരു മർഡറിനെ കുറിച്ച്. വളരെയധികം സങ്കടമുണ്ട്. കുട്ടികളെന്ന് പറയുന്നത് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മനസ്സിന് ശക്തിയില്ലാതെ
ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന ഒന്നായിട്ട് മാത്രം മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഉള്ളതാവരുത്. പുറത്തേക്ക് ഇറങ്ങുക, ക്ലാസ് മുറികൾക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് തന്നെ വലിയൊരു പഠനമാണ്. യെസ്, എന്തായാലും വളരെ മനോഹരമായ ചില മുഹൂർത്തങ്ങളാണ് നമുക്കൊപ്പം അല്ലെങ്കിൽ ആര്യയ്ക്കൊപ്പം നമ്മൾ ചെലവഴിച്ചത്. തിരിച്ചായാലും അങ്ങനെയായാലും മറ്റ് കലോത്സവ വാർത്തകൾ വിശേഷങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ബുള്ളറ്റുകളിൽ പ്രേക്ഷകർക്കായി ഞങ്ങൾ സമഗ്രമായി എത്തിക്കുന്നതാണ്. ആ വിവരങ്ങൾ ഇപ്പോൾ തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.